സോ ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6-ൻ്റെ മറ്റൊരു അപ്ഡേറ്റ് തരാമെന്ന് കരുതി ലൈവ് അപ്ഡേറ്റ് ആണ്. ഇതിൽ മെയിനായിട്ടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാളുകൾ വീട്ടിൽ കയറി. ഒന്ന് അപ്സര ആൽബിയുടെ ഹസ്ബൻഡ് കയറി, അമ്മ കയറി, ആൻഡ് നമ്മുടെ സായി കൃഷ്ണയുടെ വൈഫ് കയറി, അതായത് സ്നേഹ. ഇവരെ ആണ് ആളുകൾ കയറിക്കുന്നത്. സായിയുടെ വൈഫ് മാത്രമേ കയറിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അച്ഛനെ സ്ക്രീനിൽ കാണിച്ചു എന്നുള്ളതാണ്. ആദ്യമേ നമുക്ക് അപ്സര ആൽബിയുടെ ഹസ്ബൻഡായിട്ടുള്ള ആൽബിയെക്കുറിച്ച് പറയാം. അത് കഴിഞ്ഞിട്ട് സായിയുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ് സായിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ള കാര്യം. അത് ഞാൻ അവസാനം പറയാം. ഓക്കെ, അപ്സര ആൽബിയുടെ ഹസ്ബൻഡ് വന്നു. ഭയങ്കര ആക്റ്റീവായിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു ആയിട്ടാണ് ഫീൽ ചെയ്തത്. അദ്ദേഹം എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. കാരണം ബോറടിപ്പിച്ച് ബലം പിടിച്ച് നിൽക്കാതെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും അപ്സര ഒന്ന് ഈ പറഞ്ഞ ഇമോഷണൽ ആവുന്നുണ്ട് അമ്മയുടെ മുമ്പിൽ. അതാണ് കൂടുതലും സംഭവിച്ചത്. പക്ഷേ എനിക്കിവിടെ മെയിനായിട്ടും പറയാനുള്ളത് സായിയെക്കുറിച്ചിട്ടാണ്. എൻ്റെ ഒട്ടുമിക്ക വീഡിയോയിലും ഞാൻ സായിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. സായിക്ക് കപ്പടിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ടില്ല. സായിക്ക് ഇല്ലാത്ത ഒരു ഫേക്ക് മുഖം കാണിക്കണം എന്ന് തോന്നിയിട്ടില്ല. സായിക്ക് പൊതുവേ ആളുകളോട് ഈ പറഞ്ഞ പോലെ ജയിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുമല്ലോ. നമ്മൾ ചിലപ്പോൾ ഒരു ലവ് കോംബോ ട്രൈ ചെയ്യും, ചിലപ്പം ഓവറായിട്ട് ആക്ഷൻ ട്രൈ ചെയ്യും, നമ്മൾ ചിലപ്പോൾ വൈൽഡ് ആകും, ചിലപ്പം ഇമോഷണൽ ട്രംപ് കാർഡ് എടുക്കും, അങ്ങനെ അല്ലെങ്കിൽ ചിലർ കരച്ചിലിൻ്റെ ഒരു കാർഡ് എടുക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ USPs ഉണ്ട് അവരുടേതായിട്ടുള്ള. അവർ ആ ഒരു സംഭവത്തിലാണ് വിജയിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ വിജയിപ്പിച്ചെടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷേ സായി ഞാൻ ഒരു ജെന്വൻ പച്ചയായി മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തുടക്കം മുതൽ. പേഴ്സണലി എനിക്ക് സായി അറിയില്ല, പക്ഷേ അദ്ദേഹം എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അത് വിളിക്കാനുള്ള കാരണം ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്, ഹലോ, ഇത് സായി കൃഷ്ണയാണ്. അപ്പോൾ എനിക്ക് അപ്പോഴേ ട്രൂ കോളറിൽ മനസ്സിലായി സായി കൃഷ്ണയാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അല്ല, മനസ്സിലായോ, ഞാൻ ആ സീക്രട്ട് ഏജൻറ്റ് കാറിലൊക്കെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ ബ്രോ എനിക്ക് മനസ്സിലായി, പറഞ്ഞ ബ്രോ എന്ന് പറഞ്ഞു. നമ്മൾ 5 മിനിറ്റ് സംസാരിച്ചു. അങ്ങനെ സായി തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു ഒരു കാര്യം കഴിഞ്ഞിട്ട്. പക്ഷേ സായിക്ക് തിരിച്ച് വിളിക്കാൻ പറ്റിയില്ല. ഞാനും ആ കാര്യം വിട്ടു. ഞാൻ പിന്നെ വിളിച്ചില്ല. സോ ആ ഒരു 5 മിനിറ്റ് ടോക്കിൽ തന്നെ എനിക്ക് സായിയുടെ യഥാർത്ഥ ഒരു സ്വഭാവം എനിക്ക് മനസ്സിലായി. എനിക്കൊന്ന് പല കണ്ടസ്റ്റൻസും അദ്ദേഹം ജെന്യൂനാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സിജോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. സിജോയും ഈ പറഞ്ഞ സായി ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആളാണ് ഫീൽ ചെയ്തത്. ആ ഒരു ജെന്യൂനിറ്റിയാണ് ഇന്ന് ഇച്ചുകൊണ്ട് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ ചെറിയ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നത് സായിക്ക് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ വലിയ സംഭവമായിരിക്കും, ഇത് പ്രശ്നമാകും എന്ന് പറയുന്ന കാര്യങ്ങൾ സായിക്ക് വളരെ സിമ്പിളാണ്. ഇതാണ് സായി. ഇന്ന് സായിയുടെ വൈഫ് വന്നു. സായിയുടെ വൈഫ് വന്നപ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നായ്ക്കുട്ടികളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് സായി. സോ അപ്പോൾ തന്നെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ മനസ്സിലാവും. അതിൽ എനിക്ക് എത്ര നായ്ക്കുട്ടികളൊന്നും അറിയില്ല, ഒരു 10ഓ 15ഓ പേരുണ്ടാവാം. അതിലൊരു നായ്ക്കുട്ടി മരണപ്പെട്ടു. അത് ബിഗ് ബോസ് അറിയിച്ചില്ല. അത് ബിഗ് ബോസ് അറിയിക്കാത്തതിൻ്റെ കാരണം മേ ബി അതെന്തെങ്കിലും ഒരു പക്ഷേ മനഃപൂർവ്വമായിരിക്കാം. ബിഗ് ബോസ് മനഃപൂർവ്വം അറിയിക്കേണ്ടെന്ന് തോന്നിക്കാണും. അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് ബിഗ് ബോസിന് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. സായിക്ക് അത് അറിഞ്ഞു കഴിഞ്ഞാൽ സായി ഒരു മെൻ്റലി ഡൗൺ ആകും എന്നറിഞ്ഞുകൊണ്ടാവാം. അങ്ങനെ എന്ത് കാരണമാകും. വന്നപ്പോൾ തന്നെ നമ്മുടെ സ്നേഹയോട് ചോദിച്ച കാര്യം അത്, എൻ്റെ ഡോഗ്സൊക്കെ എങ്ങനെയുണ്ട്, അവരൊക്കെ എങ്ങനെയാണ്, സുഖമായിട്ടിരിക്കുന്നു, നിങ്ങൾ പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറയുന്നുണ്ട്. അപ്പം തുറന്നു പറയാനായിട്ട് വിമുഖത കാണിക്കുന്നുണ്ട് സ്നേഹ. പക്ഷേ അവസാനം സ്നേഹ പറയുന്നുണ്ട്, അതിൽ ഒരു ഡോഗ് മരണപ്പെട്ടു. ആ ഒരു ഡോഗിനെ കുറിച്ചുള്ള ഓർമ്മകൾ സായിക്ക് പെട്ടെന്ന് വരികയും സായി ഏറ്റവും കൂടുതൽ ആ ഡോഗിനോടാണ് ഈ തൻ്റെ ആയിട്ടുള്ള വിഷമങ്ങളും ഒറ്റപ്പെടലുകളൊക്കെ സംസാരിച്ചിരുന്നത് എന്നുള്ള ഒരു വിങ്ങലുകളും വിഷമവും ഒക്കെ തികട്ടി അവസാനം സായി വളരെ ഇമോഷണലായി. ആദ്യമായിട്ടാണ് സായി അങ്ങനെ ഇമോഷണലായിട്ട് കാണുന്നത്. സ്വന്തം കുഞ്ഞിനെ പോലെ കാണുന്നതായിരിക്കാം മേ ബി. നമ്മുടെ വീടുകളിലൊക്കെ ഡോഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോഗിനെ വളർത്തുന്നവർക്കറിയാം, അതിനെ ഒരിക്കലും നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു പക്ഷേ നമ്മളങ്ങ് അറ്റാച്ച്ഡ് ആകും. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ പല കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്ന അറിയുമ്പോൾ നമ്മൾ അറ്റാച്ച്ഡ് ആകും. ആ ഡോഗുള്ളവരൊക്കെ ആ ഒരു വിഷമം അറിയുള്ളൂ. അപ്പോൾ ആ ഒരു വിഷമമാണ് അവിടെ സായിൽ കണ്ടത്. ആൻഡ് സായി അത് ഒറ്റപ്പെട്ടൊന്ന് ഇരിക്കാൻ വേണ്ടി ഒരു പക്ഷേ അവിടെ ആ റൂമിൽ ആരും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ബെഡിൽ കിടന്ന സായി കരഞ്ഞേനെ. സായി തൻ്റെ മൈക്കൊക്കെ വലിച്ചൂരി എറിഞ്ഞിട്ട് ബാത്റൂമിൽ കയറി കരയുന്ന ഒരു രംഗമാണ് ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടത്. സോ ഇത് തന്നെയാണ് സായിയുടെ ഒരു ആറ്റിറ്റ്യൂഡും സായിയുടെ ഒരു ക്യാരക്ടറും. സോ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ആളെ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള റീസണുകൾ ഒന്നിതാണ്, ജെന്യുനിറ്റി. നമ്മുടെ യഥാർത്ഥ ഒരു സംഭവങ്ങൾ എക്സ്പോസ് ചെയ്യുക. ഇതുവരെയായിട്ടും എനിക്ക് തോന്നുന്നില്ല എപ്പിസോഡിലുടനീളം നമ്മൾ ഇത്രയും ദിവസം ഒരു വൈൽഡ് കാർഡ് എൻട്രി വന്നിട്ട് ഇപ്പോൾ 1 മാസമാകുന്നു. ആ 1 മാസത്തിനിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കപ്പടിക്കണം, ഞാൻ കപ്പടിച്ചിട്ടേ പോകുള്ളൂ എന്ന് ഇതുവരെ സായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല.
എനിക്ക് 100 ദിവസം കംപ്ലീറ്റ് ചെയ്യണമെന്ന് സായി പറയുന്നത് കേട്ടില്ല. പക്ഷേ ഇപ്പോൾ സായി പറയുന്നതിൻ്റെ അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് സായിക്ക് തിരിച്ചു പോകണം. സായിക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു വിഷമത്തിൽ ഒറ്റയ്ക്ക് ഒന്ന് വീട്ടിലെത്തണം. ബാക്കിയുള്ള നായ്ക്കുട്ടികളെ, നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന നായ്ക്കുട്ടികളുമായിട്ട് ഒന്ന് ഇരിക്കാനായിട്ട് ഒരു പക്ഷേ സായിക്ക് തോന്നിയിട്ടുണ്ടാകും ഈ ഒരു നിമിഷം. ആ ഒരു നിമിഷത്തെ എങ്ങനെ സായി കടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ടെൻഷൻ. കാരണം നമുക്കൊരാളെ ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, ജെന്യൂൻ ആയിട്ടൊരാൾ അവിടെ ഇരിക്കണം എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ ആളെ നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ ഉദാഹരണമായിരുന്നു സിബിൻ പോയപ്പോൾ നമുക്ക് ശരിക്കും സങ്കടമായി. കാരണം നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ മാത്രമല്ല, നല്ലൊരു വ്യക്തിത്വമായിരുന്നു. സിജോ കുറച്ച് നാളുകളിൽ നമ്മുടെ ഇന്ന് ആ ഒരു ഷോയിൽ നിന്ന് മാറിയപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള കുറച്ച് ആളുകൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴും ഉണ്ട്. സോ അവർ വീണ്ടും നിലനിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ആ ഒരു പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് സായിക്ക് സാധിക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്നേഹിക്കും സാധിക്കണം. ആൻഡ് ബിഗ് ബോസും ഒരിക്കലും ഇങ്ങനൊരു കണ്ടസ്റ്റൻസിനെ പുറത്തേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞു വിടാനുള്ള ഒരു തരത്തിലുള്ള അവസരം കൊടുക്കരുത്. അയാൾക്ക് വേണ്ട ആശ്വസിപ്പിക്കലും ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക സാന്ത്വനിപ്പിക്കലൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ്. പേഴ്സണലി നമ്മൾ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡ്. എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഉറപ്പായിട്ടും കാണാം. അതിൻ്റെ റിവ്യൂ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ തൽക്കാലം ബൈ.